ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പുളിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓണസദ്യക്ക് വേണ്ട വിഭവങ്ങളാണല്ലോ നമ്മൾ കുക്കിംഗ് വീഡിയോസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കതിൽ രണ്ടാമത്തെ വിഭവമായിട്ട് പുളിഞ്ചിയാവാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ വിഭവമായിട്ട് നമ്മൾ വടുകപ്പുളി അച്ചാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടു നോക്കുക. ഇനി നമുക്ക് പുളിഞ്ചിയിലേക്ക് കിടക്കാം. നമുക്ക് പുളിഞ്ചി തയ്യാറാക്കാനായിട്ട് എത്ര പുളിയാണോ ആവശ്യം അത്രയും പുളി നമ്മൾ എടുത്ത് വെച്ചിട്ട് അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര സമയം കുതിരാനായിട്ട് വെക്കുന്നോ അത്രയും നന്നായിട്ട് ഈ പുളി നമുക്ക് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പിഴിയുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അല്ല നമുക്ക് സമയം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. നന്നായിട്ട് പുളി കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കൊറ്റൻ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ കൊറ്റൻ മാത്രമാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കണം. കൊറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുളി പിഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ കൊറ്റൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി വീണ്ടും ഈ പിഴിഞ്ഞ് വെച്ച കൊറ്റൻ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ പുളിക്ക് നമുക്ക് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 വട്ടമാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഞാനിത് കുറച്ച് അധികം സമയം ഈ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 2 വട്ടം പിഴിഞ്ഞെടുക്കുമ്പോഴേക്കും ഈ പുളിയുടെ സത്തൊക്കെ ഒരുവിധം പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 വട്ടമാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ച പുളിയുടെ ചാറുണ്ടല്ലോ അതിലേക്ക് നമ്മൾ രണ്ടാമത് പിഴിഞ്ഞ് വെച്ച പുളിയുടെ ചാറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ പുളിയുടെ ചാറ് അവിടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊന്ന് അരിഞ്ഞെടുക്കാം. നല്ല നൈസായിട്ടാണ് നമ്മൾ ഇഞ്ചി അരിഞ്ഞെടുക്കേണ്ടത്. നമുക്ക് എത്രത്തോളം നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് അരിഞ്ഞെടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഞാൻ ഇത്ര ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ പുളിയുടെ ചാറ് നമുക്ക് ഇത്രയധികം തോന്നിക്കുന്നുണ്ടെങ്കിലും അത് വെറ്റി വരുമ്പോൾ നമുക്ക് ഒരു ഇഞ്ചി കുറഞ്ഞ് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്ത് വരും. അതുകൊണ്ട് ഞാൻ ഇത്ര ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇഞ്ചി കൂടുതൽ വേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് അതിൽ കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നത്ര നല്ല നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പച്ചമുളക് അരിയാൻ പോവാണ്. ഒരു 5 or 6 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും ഇതുപോലെ തന്നെ റൗണ്ടിൽ നല്ല നൈസായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ വേപ്പില ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലാണ് നമ്മൾ പുളിഞ്ചി തയ്യാറാക്കാൻ പോകുന്നത്. ചട്ടിയിൽ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്ക് ആ ചട്ടിയിലേക്ക് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന ആ പുളിയുടെ ചാറുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, നമുക്ക് ആവശ്യമുള്ളത്ര ഇഞ്ചിയും നമുക്ക് ആവശ്യമുള്ളത്ര പച്ചമുളകും അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചധികം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. വേപ്പില ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്തിടുന്ന സമയത്തും ചേർത്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം ഇപ്പോൾ ചേർത്തിടാനായിട്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പിലേക്ക് വെക്കാം. നമ്മൾ ഈ ചാറൊക്കെ നന്നായിട്ട് വറ്റി വരുന്നതിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും ഇതിൽ കിടന്നിട്ട് വെന്ത് കിട്ടും. ഇതല്ലാതെ എണ്ണയിൽ വറുത്തിടുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പുളിഞ്ചി ഉണ്ടാക്കുന്നതിന് കുറേ രീതികളുണ്ടല്ലോ. ഓരോ സ്ഥലത്തും വേറെ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു കുഞ്ഞ് കഷ്ണം കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായോ അല്ലെങ്കിൽ കായപ്പൊടിയാണെങ്കിൽ അതായാലും ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ പുളിഞ്ചി ഇതാ തിളച്ച് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതിലേക്ക് ഇനി ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ശർക്കര മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അതിലേക്ക് ഇടുന്നിട്ട് ഉരുകി ശരിയായിക്കോളും. അതല്ലാതെ തന്നെ ശർക്കര ഉരുക്കി ഒഴിക്കുന്നവരുണ്ട്, അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഉരുക്കി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി മധുരമൊക്കെ പാകത്തിനായിട്ടുണ്ട്. പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനായിട്ട് നോക്കാം. അതിനായിട്ട് നമ്മൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ആദ്യം നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു. പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കുന്നു. പിന്നെ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ വറ്റിച്ച് വെച്ചിരിക്കുന്ന പുളിഞ്ചിയിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഈ ചട്ടിയിൽ ഇരുന്ന് തന്നെ കുറച്ചുകൂടെ കട്ടിയായിട്ട് വരും. നമുക്ക് ഓണത്തിനോ അല്ലെങ്കിൽ സദ്യകൾക്കോ അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ പുളിഞ്ചി.